Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് 85-86 സൂറത്തുൽ മാഇദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأثابهم الله بما قالوا جنات تجري من تحتها الأنهار خالدين فيها وذلك جزاء المحسنين والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. അപ്പോൾ അസാബഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകി. ബിമാ ഖാലു, അവർ പറഞ്ഞതുകൊണ്ട്. ജന്നാത്തിൻ, തോട്ടങ്ങളെ. തജ്രി, ഒഴുകുന്നു. മിൻ തഹ്തിഹ അൽ അൻഹാറു, അതിൻ്റെ താഴെ കൂടി പുഴകൾ ഒഴുകുന്നു. ഖാലിദീന ഫിഹ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. വദാലിക, അതത്രേ ജസാഉൽ മുഹ്സിനീൻ, സുകൃതികൾക്കുള്ള പ്രതിഫലം. വല്ലദീന കഫറു, നിഷേധിച്ചവരായവർ. വകദ്ദബു, തള്ളിക്കളഞ്ഞവരും. ബിആയാത്തിന, നമ്മുടെ വചനങ്ങളെ. ഉലൈക, അവർ. അസ്ഹാബുൽ ജഹീം, ജഹീമിൻ്റെ ആളുകളത്രേ, നരകത്തിൻ്റെ ആളുകളത്രേ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലു, അവർ പറഞ്ഞതുകൊണ്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്തു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാറു, താഴെ കൂടി പുഴകളൊഴുകുന്ന തോട്ടങ്ങളെ, അഥവാ സ്വർഗത്തെ. ഖാലിദീന ഫീഹ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉൽ മുഹ്സിനീൻ, അതത്രേ സുകൃതവാന്മാർക്കുള്ള പ്രതിഫലം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇങ്ങനെ സുകൃതികൾക്ക് ലഭിക്കുന്ന സ്വർഗം, അതിന് ഞങ്ങളെയും അർഹരാക്കണമേ, അതിലുൾപ്പെടുത്തണമേ എന്നൊരു തേട്ടം നമ്മുടെ മനസ്സിലുണ്ടാവണം. വല്ലദീന കഫറു വകദ്ദബു, നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്തവർ. ബി ആയാത്തിന, നമ്മുടെ വചനങ്ങളെ. ഉലൈക, അവർ. അസ്ഹാബുൽ ജഹീം, ജഹീമിൻ്റെ ആളുകളത്രേ. ജഹീം എന്നുള്ളത് നരകത്തിൻ്റെ ഒരുപാട് പര്യായങ്ങളിൽ ഒന്നാണ്. ഹാവിയ, നാറ്, ലള, സഈർ, സഖർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ നരകത്തിൻ്റെ പര്യായങ്ങളാണ്. അപ്പോൾ നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കഫറു വകദ്ദബു അവർക്കുള്ളതാണ്. അതിൽ പെടാതെ, ആ കഫറു വകദ്ദബു എന്നുള്ളതിൽ പെടാതെ മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും മുത്തഖീങ്ങളിലും, സ്വർഗാർഹരായ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഒരു ആഗ്രഹം, ഒരു ദുആ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അക്കാര്യം പറയുമ്പോൾ ആ കാര്യം മറക്കാൻ പാടില്ല. നമ്മൾ സ്വർഗം പറയുമ്പോഴും നരകം പറയുമ്പോഴൊക്കെ ഒരേ രീതിയിലാകരുത്. രണ്ടിനോടും നമ്മുടെ സ്വർഗത്തോടുള്ള താല്പര്യം, നരകത്തിനോടുള്ള പ്രയാസമൊക്കെ അള്ളാൻ്റെ മുമ്പിലും സമർപ്പിക്കണം. എന്നിട്ടാണ്, അതിനാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്. ആ ഒരു ബോധം ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണരേണ്ടത് ഹിദായത്താണ്, തഖ്വയാണ് ഉണ്ടാവേണ്ടത്, ഹിദായത്താണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ബോധം. കൂടുതലൊന്നൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ വളരെ വ്യക്തമാണ് ആശയം. ഏകദേശം നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. അസാബന സവാബ്, സവാബം മിനല്ലാഹ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് അസാബ. അപ്പോൾ അസാബഹും, അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്തു. അസാബഹുമുല്ലാഹു ബിമാ ഖാലു, അവർ പറഞ്ഞത് കൊണ്ട്. എന്താണ് അവർ പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ, യഥാർത്ഥ നസ്വാറാക്കൾ, അവർക്ക് ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അത് നജാഷി രാജാവാകട്ടെ, നജാഷി രാജാവിനെ പോലെ തന്നെ
കാര്യങ്ങൾ ഗ്രഹിക്കുന്ന അഥവാ ആത്മാർത്ഥതയുള്ള ഇഞ്ചീലിൻ്റെ ആളുകൾ. കാരണം ഇഞ്ചീലിൽ ഖുർആനിനെ സംബന്ധിച്ച് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു. പാർക്കലൈത്ത എന്നൊരു പ്രയോഗം ബൈബിളിലൊക്കെ ഉണ്ടത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച പരാമർശമാണ്. നമുക്കറിയാമല്ലോ വറഖത്ത് ബിനു നൗഫൽ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വറഖത്ത് ബിനു നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം വഹയി കിട്ടിയപ്പോൾ പേടിച്ച് പ്രയാസപ്പെട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഖദീജ ബീവിൻ്റെ അടുക്കൽ വന്നല്ലോ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിനോട് പറഞ്ഞല്ലോ, എനിക്ക് പേടിയാകുന്നു, എനിക്ക് പുതപ്പിച്ചു തരണം. ഖദീജ ബീവി അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വറഖത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന തൻ്റെ ഒരു കുടുംബക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ വറഖത്ത് ബിനു നൗഫൽ അന്നുള്ള ക്രിസ്ത്യാനികളിലെ പ്രമുഖനായ പണ്ഡിതനും അന്നത്തെ ആത്മാർത്ഥതയുള്ള മുസ്ലിമുമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഇത് അന്ന് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ലഭിച്ച അതേ സ്രോതസ്സിൽ നിന്ന്, അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭിച്ച വഹയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാലമുണ്ടാകും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരിക്കും. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനായി മാറുകയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖദീജ ബീവിയെയും ആശ്വസിപ്പിച്ച വറഖത്ത് ബിനു നൗഫൽ. അദ്ദേഹം അന്നത്തെ പണ്ഡിതനാണ്, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഞാൻ ഉണ്ടായാൽ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംഭവം നമുക്കെല്ലാം വളരെ സുപരിചിതമായ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് എന്താ? യഖൂലൂന, കാര്യങ്ങൾ മനസ്സിലാക്കി, അറഫന തഫീലു അയ്യുൻ തറ അയ്യുനഹും തഫീലു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്. അവർ ചിന്തിച്ചും ഗ്രഹിച്ചും പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറയും, റബ്ബന ആമന്ന ഫക്തുബ്നാ മഅ ഷാഹിദീൻ. ഈ സത്യത്തിന് സാക്ഷിയാകുന്ന, ജീവിതം കൊണ്ട് സത്യത്തെ സാക്ഷാത്കരിക്കുന്ന, അതിന് സാക്ഷ്യം വഹിക്കുന്ന, ഇസ്ലാമിന് ജീവിതം കൊണ്ട് സാക്ഷിയാകുന്ന ആളുകളിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ എന്നും അവർ പ്രാർത്ഥിച്ചു. പിന്നെ അവർ പറയും, വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹി വമാ ജാഅനാ മിനൽ ഹഖ്. ഞങ്ങൾക്ക് വന്നെത്തിയ സത്യത്തിൽ വിശ്വസിക്കാതിരിക്കാൻ, അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? വനതുമഉ അൻ യുദ്ഖിലനാ റബ്ബുനാ മഅൽ ഖൗമി സ്വാലിഹീൻ. സച്ചരിതരായ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പ്രവേശിപ്പിക്കണം. എങ്ങോട്ടാണ് പ്രവേശിപ്പിക്കുക? അവരുടെ കൂട്ടത്തിൽ ചേർന്ന് സ്വർഗത്തിലേക്ക്. അങ്ങനെയും അവർ പ്രാർത്ഥിക്കും. അത് ഞങ്ങൾ കൊതിക്കുന്നു, സ്വർഗം ഞങ്ങൾ കൊതിക്കുന്നു എന്നും അവർ പറയും. ആ പറഞ്ഞതിനാൽ നാവ് കൊണ്ടുള്ള പറച്ചിലല്ല, കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് അതാണ് ഫക്തുബ്നാ മഅ ഷാഹിദീൻ. ജീവിതം കൊണ്ട് ആ സത്യത്തിന് സാക്ഷികളാകുന്ന, ജീവിതം കൊണ്ട് സാക്ഷിയാവാൻ അതനുസരിച്ചാണ് ജീവിക്കുക എന്നാണ്. അവരിൽ ഞങ്ങളെ പെടുത്തണമേ എന്ന് പറഞ്ഞത് കൊണ്ട്, അതാണ് ഫസാബഹുമുല്ലാഹു ബിമാ ഖാലു. അവർ പറഞ്ഞതിനാൽ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്തു. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, താഴെ കൂടി പുഴകളൊഴുകുന്ന തോട്ടങ്ങളെ. അതും ഞാൻ പലവട്ടം വിശദീകരിച്ചിട്ടുള്ളതാണ്. കേവലമായൊരു വാചകമായിട്ട് നമ്മളതിനെ കാണരുത്. ദുനിയാവിൽ തന്നെ അങ്ങനെയുള്ള തോട്ടങ്ങൾ, ഇപ്പോൾ റിസോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, വയനാട്ടിലൊക്കെ ഉണ്ട് അല്ലേ? കാട്ടിൻ്റെ നടുക്ക്, വലിയ കുന്നിൻ്റെ ചെരുവിൽ അല്ലേ? അതിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിലേക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കുക, സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കുക, തോടുകളുണ്ട്. അത് പറഞ്ഞ നമ്മൾക്കും അവിടെ പോയി പാർക്കാനൊരു പൂതിയാണല്ലോ, ഭയങ്കര ഒരു ആ പ്രകൃതി. അതാണല്ലോ അള്ളാഹ് ഇവിടെ പറഞ്ഞത്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. പുഴയോരം റിസോർട്ടുകൾ, പുഴയോരം വില്ലകൾ, കടലോരം വില്ലകൾ. എന്താണ് അതിൻ്റെ അർത്ഥം? ആളുകളുടെ മനസ്സിന് കുളിർമയേകുന്ന, മനസമാധാനം കിട്ടുന്ന ഒരു സംവിധാനം, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അപ്പോൾ സ്വർഗത്തിൽ അത് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മളൊരു വികാരവും ഒരു വിചാരവും ഇല്ലാതെ, നമ്മളിപ്പോൾ ദുനിയാവിൽ നിന്ന്, നാട്ടിലെ തിരക്കുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് നമ്മൾ പല ആളുകളും അങ്ങനെ കൂട്ടുകാരെയും കുടുംബക്കാരെയും അല്ലേ, കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇടയ്ക്കെങ്കിലും, അത്രേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. കാരണം അതിന് വലിയ ചിലവ് വരും. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പോരാൻ വലിയ പൂതിയൊന്നും ഉണ്ടാവില്ല. ഭക്ഷണം നേരത്തിന് നമ്മൾ അടുത്തേക്ക് എത്തണം, കുളിക്കണമെങ്കിൽ തണുത്ത വെള്ളം, കാറ്റ് കൊള്ളണമെങ്കിൽ
അപ്പോൾ എങ്ങനെ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, അവിടെ നിത്യമായി അവർ താമസിക്കും. ഈ നിത്യവാസം എന്ന് പറയുന്നതും ഞാൻ ഒരുപാട് വിശദീകരിച്ചത് പല നമ്മളിങ്ങനെ ഈ ദുനിയാവിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടും മനസ്സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് ദുനിയാവിൽ നിന്ന് വിട്ടുപോകാൻ പൂതിയൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ തന്നെ കാലാകാലം ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തന്നെയല്ലേ നമ്മളെ കൊതി. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു എന്ന് പറയുന്ന സ്ഥലത്ത് നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ, അത് കിട്ടാൻ വേണ്ടി കൊതിക്കുക എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് വലിയൊരു സംഗതി തന്നെ. നിത്യവാസം, മരണം ആഗ്രഹമില്ല നമുക്കൊന്നും. അപ്പോൾ വദാലിക ജസാഉൽ മുഹ്സിനീൻ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് നബിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് വന്നിട്ട് ഇങ്ങോട്ടുകൊണ്ട് ഇരുന്നല്ല ജിബ്രീൽ, നബിൻ്റെ തുടമ കയ്യമർത്തി കണ്ട് മനുഷ്യൻ്റെ രൂപത്തിൽ നബി ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നു പള്ളിക്കൊക്കെ ഒരു മനുഷ്യൻ്റെ മാതിരി. വന്നിട്ട് സദസ്സിൽ ആൾക്കാർ നിറച്ച് സഹാബികളിരിക്കണം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബിൻ്റെ അടുക്കൽ വന്നിട്ട് കാലുമ കൈയമർത്തിയിട്ടുണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു, വമൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വമൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? മത്ത സാ വമൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ 4-5 ചോദ്യം ചോദിച്ചു. റസൂൽ അതിനൊക്കെ മറുപടി പറഞ്ഞു. മത്ത സാ ഖിയാമ എപ്പോഴാന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളൊക്കെ ഒരേപോലെ തന്നെ, അതിനെപ്പറ്റി വിവരമില്ലാതെ ചോദിച്ച ആൾക്കുള്ള മാതിരിയുള്ള പേര് തന്നെ ചോദിക്കപ്പെട്ട് എനിക്കുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊരു ചോദ്യമാണ് വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തില്ലേ, അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. നീ അവനെ നാഥനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ഇബാദത്തുകളിൽ ഏർപ്പെടുക, അതാണ് ഇഹ്സാൻ. അങ്ങനെ ഇഹ്സാൻ ചെയ്യുന്ന മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് ഇത് അല്ലാഹു തആല നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ എന്ന് പറഞ്ഞവരിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഞങ്ങൾക്കും ഇടം നൽകുമാറാകണേ നാഥ. വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന, ഇനി ഇതിനെ തള്ളിക്കളഞ്ഞു, ഒറ്റയടിക്ക് നിഷേധിച്ചവരുണ്ട്, അതിൻ്റെ ഓരോ നിയമങ്ങളെ തള്ളിക്കളഞ്ഞവരുണ്ട്. കഫറ എന്ന പൊതുവിൽ മൊത്തത്തിലായിട്ട് നിഷേധിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അബൂജഹലിനെ പോലെ നബിയെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നബിയെന്ന് അറിഞ്ഞ് ഇങ്ങനെ നബി വരാനുണ്ടെന്നും അറിഞ്ഞ് അതിൽ ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവരാണ് കാഫറുകൾ യഥാർത്ഥത്തിൽ. കാരണം കാര്യം അറിഞ്ഞിട്ട് നിഷേധിക്കുക. വകദ്ദബൂ ബിആയാതിന, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ നിയമങ്ങളെ, ചില നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും ചില നിയമങ്ങൾ തള്ളിക്കളയുക. ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെയുണ്ട്. ഇസ്ലാം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പെണ്ണുങ്ങൾ ഇങ്ങനെ അവരത്ത് മറിച്ച് നടക്കണേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ തള്ളിക്കളയുക. നിയമങ്ങളെ തള്ളിക്കളയുന്നവരും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞു നിഷേധിക്കുന്നവരും അറിയാതെ തന്നെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്നവരും, അതാണ് കദ്ദബു. അങ്ങനെയും വിശദീകരിക്കപ്പെടാറുണ്ട്. കഫറാന കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് പല കാരണത്താൽ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത അറിവുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരിലുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാതെ അവരൊക്കെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഞങ്ങളും തള്ളിക്കളയുക, അവരെ കദ്ദബു. അങ്ങനെ തള്ളിക്കളയുകയും ചെയ്തവർ ബി ആയാത്തിന, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ നിയമങ്ങളെ ഒക്കെ, ആയാത്തിൻ്റെ അടിസ്ഥാനം എല്ലാം മുഅ്ജിസത്തുകളൊക്കെ ഉൾപ്പെടും. ഉലൈക സുഹാബുൽ ജഹീം, ഉലൈക സുഹാബുൽ ജഹീം, അവർ നരകക്കാരത്രേ. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോട് അതിൽ പെടുത്തല്ലേ ദുആ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമുക്തി രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർഗലബ്ധി ഉറപ്പാക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നും സ്വർഗം മുന്നിൽ കണ്ട് നരകത്തിൽ നിന്നുള്ള രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ അടിമകളായി ജീവിക്കാൻ, മുത്തഖീങ്ങളായി ജീവിക്കാൻ, മുഅ്മിനീങ്ങളായി ജീവിക്കാൻ, മുസ്ലിമീങ്ങളായി ജീവിക്കാൻ, അങ്ങനെ തന്നെ മരിക്കുവാനും നമുക്കും നമ്മുടെ തലമുറകൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب